നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതിപ്പോ ഏത് കണക്ക് കൊണ്ടുപോയി കൊള്ളിക്കണം? അങ്ങനെ കൊള്ളിക്കണ്ട അനുവേ. ഇത്രയും പണം എങ്ങനെ ചെലവായി എന്നറിയണ്ടേ? ഞാൻ ചോദിച്ചപ്പോ കമ്പനിയിലേക്ക് വേണ്ട മെറ്റീരിയൽസ് വാങ്ങിയതിന്റെ ക്യാഷാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ കുറച്ച് മാസം കൊണ്ട് അതിന്റെ ബില്ലും തരുന്നില്ലാന്ന്. ബില്ലില്ലാതെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് സൈൻ ചെയ്ത് കൊടുത്തെന്നാ പറയുന്നത്. ആരാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്? സച്ചിയോ? അല്ല, പിന്നെ അവന്തികയെ. ഇതിപ്പോ ഇത്രയും ഹ്യൂജ് എമൗണ്ട് എന്ന് പറയാം. ഇത്രയും എമൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നന്ദ, ഒരു പ്രോപ്പർ അക്കൗണ്ടന്റ് ഇല്ലാതിരുന്നുകൊണ്ട് എല്ലാം താളം തെറ്റി കിടക്കുക. പ്രശ്നം ഇതൊന്നുമല്ല. ഈ ഫയലുകളിൽ എല്ലാത്തിലും സേതുവങ്ങളുടെ സൈൻ വേണം. ഇത്രയും വ്യത്യാസമുള്ള ഫയലുകൾ ഞാൻ എങ്ങനെയാ അങ്കിളിന്റെ കൊണ്ട് കൊടുക്കുന്നത്? അങ്ങനെ കൊടുത്താലും അദ്ദേഹം എന്ത് കരുതും? അനൂപിന്റെ കയ്യിലുള്ള ബില്ലുകൾ വെച്ച് അനൂപ് ടോട്ടൽ ചെയ്താൽ മതി. എന്നിട്ട് ഇത് ഉറപ്പായും അച്ഛനെ കാണിക്കുകയും വേണം. അദ്ദേഹം ചോദിക്കുമ്പോൾ ഉള്ള കാര്യം പറയണം. അങ്ങനെ ഉണ്ടായാൽ പിന്നെ അവന്തിക അത് ബാധിക്കില്ലേ? ബാധിക്കട്ടെ. സമാധാനം അവള് തന്നെ പറയട്ടെ. അവളുടെ തെറ്റാണെങ്കിൽ പിടിക്കപ്പെടട്ടെ. അതിന് അനൂപ് ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല. അനൂപേ, തെറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാ. ഇതും പറഞ്ഞ് ഞാൻ അവന്തികയോട് വഴക്കിന് പോകുന്നതല്ലേ നല്ലത്. അച്ഛൻ നേരിട്ട് തന്നെ അവളോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതാ. ബിസിനസ്സും കുടുംബവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് അവന്തികയായാലും ശരി, ഈ ഞാനായാലും ശരി. അർച്ചനെ അത് അറിയിച്ചു കഴിഞ്ഞാൽ വല്ലാതെ തകർന്നു പോകും. പാവം, എന്റെ കുഴപ്പം കൊണ്ടാണ് കുഞ്ഞുങ്ങളുണ്ടാവാത്തതെന്ന് അവള് വിശ്വസിച്ചോട്ടെ. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഞാൻ വിഷമിക്കുന്നത്? എനിക്ക് സച്ചേട്ടനും ഞാനും ഇല്ലേ? ഈ കാരണം കൊണ്ട് എനിക്ക് സച്ചേട്ടനെ വേദനിപ്പിക്കാനോ മറക്കാനോ പറ്റുമോ? അങ്ങനെ മറക്കാനല്ലല്ലോ ഞാൻ അവളെ ഇത്രയും സ്നേഹിച്ചത്. അർച്ചനയില്ലാതെ സച്ചിക്ക് എന്ത് ജീവിതം, എന്ത് സന്തോഷം. ചില സ്വപ്നങ്ങൾ അങ്ങനെയാണല്ലോ. എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം തരില്ലല്ലോ. അങ്ങനെ തന്നാ പിന്നെ എന്ത് ജീവിതം? എനിക്ക് സച്ചേട്ടനെ ഇനിയും കൂടുതലായി സ്നേഹിക്കാൻ ഒരവസരം കൂടി തന്നതാവൂ ഈശ്വരൻ. ആ അവസരം നഷ്ടപ്പെടുത്തരുത്. ഞാൻ ഇനി ഒരുപാട് അർച്ചനെ സ്നേഹിക്കണം. എനിക്ക് കുഞ്ഞില്ല എന്നുള്ള വിഷമം അവളെ ഒരിക്കലും അറിയിക്കാതെ നല്ല നല്ല സന്തോഷ നിമിഷങ്ങൾ കൊടുക്കണം. കുഞ്ഞെന്നുള്ള കാര്യം സംസാരിക്കേണ്ട ഒരു സാഹചര്യവും ഇനി ഞാൻ ഉണ്ടാക്കില്ല. എപ്പോഴെങ്കിലും സച്ചിൻ എല്ലാം അറിഞ്ഞ എന്റെ സ്വപ്നങ്ങൾ കൂടി തകർത്തെന്ന് പറഞ്ഞ് വിഷമിക്കും. അതെനിക്ക് താങ്ങാൻ കഴിയാത്ത വിഷമാണ്. അങ്ങനെ ഒരു വിഷമം ഒരിക്കലും എന്നിലേക്ക് വരാതിരിക്കട്ടെ. ഇനി മുന്നോട്ടുള്ള കാലം അർച്ചനെ ചേർത്ത് പിടിക്കണം. എനിക്ക് ഞങ്ങളുടെ ഇടയിലേക്ക് ആരും വരാനില്ലെന്ന ബോധ്യത്തോടെ തന്നെ. ആ ബോധ്യം എനിക്ക് ഉറപ്പുള്ള കാലത്തോളം ഞങ്ങളെ ഒരു തരത്തിലും അകറ്റാൻ ആർക്കും കഴിയില്ല. കൂട്ടുകാരികളായിരുന്നവർ ഏട്ടത്തിമാരാകുമ്പോഴുള്ള പ്രശ്നം ഇതാ. എന്ത് പ്രശ്നം? ഞാൻ ഇത്ര ഈഗോ അടിച്ച് കാല് തിരുമ്മി തന്നിട്ടും അത് മനസ്സിലായില്ലേ? ഓ, ആ റിയാക്ഷൻ ആയിരുന്നു നിന്റെ മുഖത്ത്. വളരെ ശോകമാട്ടോ. നീയേ കുറച്ചുകൂടി നന്നായിട്ട് അഭിനയിക്കാൻ പഠിക്കണം. ദേ, മിണ്ടാതെ കിടന്നോളാം.
ഏട്ടത്തിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഞാനിങ്ങനെ ഇരിക്കുന്നൊന്നും നോക്കണ്ട. ദേഷ്യം വന്നാലേ ഞാൻ കച്ചറയാ, വേറും കച്ചറ. ആ ദേ അപ്പൊ പിന്നെ ദേഷ്യം വരുത്തണ്ട. മോള് നല്ലോണം തിരുമിയാ മതി. ആ. ആഹാ, സ്നേഹ കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ടല്ലോ. അനിയത്തിമാരായാലും അങ്ങനെ തന്നെ വേണം. മോള് കിടന്നു. എഴുന്നേറ്റ് പോയാൽ ഈ അപൂർവ ഭാഗ്യം ചിലപ്പോൾ നഷ്ടപ്പെടും. നന്ദേട്ടൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്തെ സ്റ്റോക്ക് ക്ലിയറൻസ് ഒക്കെ എന്റെ ലാപ്പിൽ ഭദ്രമായിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാ മതി. വേണമെങ്കിൽ ഞാനും സഹായിക്കാം. അയ്യോ, വേണമെന്നില്ല. അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഓഫീസ് കാര്യങ്ങളിലൊന്നും നീ ഇടപെടണ്ട. അതുകൊണ്ട് നിന്റെ സഹായമൊക്കെ ഈ വീടിനകത്ത് മതി. ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനും അനൂപൊക്കെ ഉണ്ട്. നീ തൽക്കാലം നല്ലോണം ഒന്ന് റെസ്റ്റ് എടുത്തോ. സ്വന്തം ഭാര്യയൊക്കെ വിശ്വാസം മറ്റുള്ളവരെ ആണല്ലോ. അതെ, നിന്നെ വിശ്വസിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞേ കേക്കട്ടെ. അനൂപ് അർച്ചനയൊക്കെ ഈ കുടുംബവും ബിസിനസ്സും ഒക്കെ ഇനിയും വലിയ നിലയിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാ. എനിക്ക് അവരെ വിശ്വസിക്കാനേ പറ്റൂ. വിശ്വസിച്ചോ? നല്ലോണം വിശ്വസിക്കണമെന്നേ ഞാനും പറയും. കാരണം പിന്നീട് ചതിച്ചു എന്നറിയുമ്പോ അത്രയ്ക്കും ദേഷ്യം തോന്നണമെങ്കിൽ ഇപ്പൊ നന്നായിട്ട് വിശ്വസിച്ചല്ലേ പറ്റൂ. നന്ദേട്ടൻ നോക്കിക്കോ, ഈ അനൂപ് എന്ന് പറയുന്നവൻ ചതിയനാ. ആദ്യം ജോലി കൊടുത്തപ്പോ അത് നിരസിച്ചു. രണ്ടാമത് അവന്റെ അച്ഛനെയും അമ്മയെയും റെക്കമെൻഡേഷന് വേണ്ടി പറഞ്ഞു വിട്ടു. അതെന്തിനാ? ജോലി വേണ്ടെന്ന ആദ്യത്തെ തീരുമാനം മണ്ടത്തരായി പോയെന്ന് അവന് തന്നെ മനസ്സിലായി. പലിശക്കാരുടെ ഇടയിൽ ജീവിക്കുന്നവർക്ക് പൈസ കാണുമ്പോ ഒരു വെപ്രാളം കയറും. ബാധ്യതകള് അവനെ കള്ളനാക്കുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞത് നന്ദേട്ടൻ ഓർത്തു വെച്ചോ. എന്നെങ്കിലും ഒരു ദിവസം ഇവിടെ എല്ലാരും എഴുന്നേക്കുന്നത് അനൂപ് നമ്മുടെ കുറേ പണവുമായിട്ട് മുങ്ങി എന്ന വാർത്ത കേട്ടായിരിക്കും. പിന്നെ അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവസരം ഇവിടെ ഉള്ളവർ തന്നെയല്ലേ ഉണ്ടാക്കി കൊടുക്കുന്നത്. അനൂപ് കൊണ്ടുവന്ന് അവിടെ നിൽക്കട്ടെ, അത് ഇനിയുള്ള കാര്യമല്ലേ. കമ്പനിയിൽ നിന്നും കുറെ പണത്തിന്റെ തിരിമറി നടന്നിട്ടുണ്ട്. ദേ, അതിന്റെ ഫയലായത്. അനൂപ് ഒരു സംശയം എന്നോട് പറഞ്ഞപ്പോ ഞാൻ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോ അതിൽ കുറെ വേരിയേഷൻസ് കാണുന്നു. അത് കണ്ടുപിടിക്കാൻ ഞാൻ അനൂപിനോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, നീ ആ ഓഫീസിൽ പോയ സമയത്ത് ഇതൊന്നും കണ്ടില്ലേ? അതോ ഇനി നീയാണോ ഇതിന്റെയൊക്കെ പിന്നിൽ? ആ ദേ നന്ദേട്ടാ, ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും എന്റെ പേര് വലിച്ചഴക്കരുത്. ഞാൻ എന്ത് കൃത്യമായിട്ടാ എല്ലാം ചെയ്തോണ്ടിരുന്നേ. കൂടെ നിൽക്കുന്നവരെ സൂക്ഷിച്ചാ മതി. ആ, അനൂപ് എല്ലാം ഒന്ന് നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം കൂടെ നിൽക്കുന്നവരാണോ അകന്ന് നിൽക്കുന്നവരാണോ ഇതിന്റെ എല്ലാം പിന്നിലെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.